ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് നല്ല സുഖമാണ്. ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തു, 1.5 വർഷമായി. അപ്പം ഇനി വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നു. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പിയുടെ പേര് ഗ്രീൻ ചില്ലി ചിക്കൻ. ഇത് ആന്ധ്ര സ്പെഷ്യലാണ്. ചെന്നൈയിലും ബാംഗ്ലൂരിലും ഇത് കിട്ടും. എന്റെ മക്കൾ 2 പേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. മൂത്ത മോള് ചെന്നൈയിൽ, അവിടെ ഇത് കഴിച്ചു നോക്കിയിട്ട് ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കിയപ്പം കറക്റ്റ് ആ ടേസ്റ്റിൽ തന്നെ സർപ്രൈസ് ആയിട്ട് പൂജാകുട്ടിക്ക് വേണ്ടിയിട്ട് അവളിവിടെ വരുമ്പോൾ ഉണ്ടാക്കി കാണിച്ചപ്പം ഭയങ്കര ടേസ്റ്റാ. അപ്പം പൂജാകുട്ടി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ പോകും. പറഞ്ഞു ബാംഗ്ലൂരിൽ കിട്ടുന്ന അതേ സാധനം അതേ ടേസ്റ്റിൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയാ. അപ്പൊ ഇന്ന് പൂജാകുട്ടി നമ്മുടെ വ്ലോഗിലെ ഗസ്റ്റ് മാഡം ആണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നമുക്ക് കണ്ടിട്ട് വരാം. ഹലോ, സോ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ചിക്കൻ, ഗ്രീൻ ചില്ലി, ടർമറിക് പൗഡർ, ഡാർക്ക് സോയ സോസ്, വിനിഗർ, സോൾട്ട്, ഓയിൽ ഓഫ് യുവർ ചോയ്സ്. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. സോ നമുക്ക് സ്റ്റവ് കത്തിക്കാം. ഇവിടെ ഞാൻ ഇന്ന് എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കുറച്ച് മതി. ഇതൊന്ന് ഹീറ്റായി വരുമ്പം വി ക്യാൻ പുട്ട് ഗ്രീൻ ചില്ലീസ്. ഗ്രീൻ ചില്ലീസ് ഇഷ്ടംപോലെ ഇടാം. ആദ്യം കുറച്ച് എമൗണ്ട് ഓഫ് ഗ്രീൻ ചില്ലി ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്യണം. സോ അതൊരു പ്രത്യേക അറോമ കിട്ടും ഫോർ ദ ഡിഷ്. ഇപ്പോൾ ഗ്രീൻ ചില്ലീൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ബേൺ ആയി വന്നു. കുറച്ചൊന്ന് ഹോളോ ആയി ഫീലായി വരുമ്പോൾ we can add the chicken. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ജസ്റ്റ് എ പിഞ്ച്, വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇടുക. കളർ ചേഞ്ച് ആവാൻ പാടില്ല. സോ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, then salt. Salt you can be lavish because ഇത്രയും സ്പൈസി ആവുമ്പോഴത്തേക്കും ഇപ്പം നമുക്കിത് ലിഡ് അടച്ച് വെച്ചിട്ട് ഒരു 10 minutes കുക്ക് ചെയ്യാം. സിമ്മിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്ന് തന്നെ സ്റ്റോക്ക് വരണം. സോ ചിക്കൻ ഒരു 10-15 minutes കുക്കായിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നടുക്ക് ഒരു 1-2 പ്രാവശ്യം ഓപ്പൺ ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം. സോ ഇതാണ് കറണ്ട് കണ്ടീഷൻ. നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഈ ടൈമിൽ സോൾട്ട്, എരിവ് എല്ലാം ചെക്ക് ചെയ്യാം. അഥവാ എരിവ് കുറവാണെങ്കിൽ ഈ ടൈമിൽ ഗ്രീൻ ചില്ലി ഇടാം. ബിക്കോസ് നമ്മൾ ആദ്യമേ ചില്ലി ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് സേ ഇപ്പോൾ 10 പച്ചമുളകാണ് ഇടുന്നതെങ്കിൽ ഒരു 5 പച്ചമുളക് 6 പച്ചമുളകിൻ്റെ എരിവേ കിട്ടത്തുള്ളൂ. ബിക്കോസ് ആ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് എരിവ് കുറയുന്നുണ്ട്. സോ ഇനി ഇതിൽ ആഡ് ചെയ്യേണ്ടത് വിനിഗറാണ്. വിനിഗർ ഒരു ക്യാപ്പൊക്കെ ആഡ് ചെയ്യാം. ഒരു ക്യാപ്പ് അക്കോർഡിംഗ് ടു യുവർ ടേസ്റ്റ്. ഒരുപാട് പുളി ഇഷ്ടമുള്ളതാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. കുറച്ച് സോയാ സോസും വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്യുക. ഈ കളർ ഇപ്പം കുറച്ച് ഗ്രീനിഷ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ആ ഗ്രീൻ കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആവണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ കുറച്ച് ഒരു മീഡിയം സിമ്മിൽ വെച്ചിട്ട് കുറച്ച് കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒഴിക്കും. ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി. ഒരുപാട് തിക്കായിട്ട് വേണ്ട എന്നാണെങ്കിൽ ജസ്റ്റ് ഒരു ബൈൻഡിങ് ഏജൻ്റ് ആണ്. അപ്പം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഒരുപാട് തിക്കാവണ്ട. ഈ ഗ്രേവി കുറച്ച് ഗ്രേവി ആയിട്ട് ഇരിക്കുന്നതാണ് കഴിക്കാൻ സുഖം. ഇനി ഇത് കൂട്ടി വെച്ച് ഒന്ന് ബൈൻഡ് ചെയ്ത് എടുക്കാം. അത്രേ ഉള്ളൂ. ഉപ്പൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഉപ്പ്, പുളിപ്പ് എല്ലാം അക്കോർഡിംഗ് ടു അവരവരുടെ ടേസ്റ്റ് ബഡ്സ് അനുസരിച്ചാണ്. ഇപ്പം ഞാൻ കുറച്ചും കൂടി വിനിഗർ പുളിപ്പിന് ഇട്ടിട്ടുണ്ട്. പുളിപ്പിന് യു ക്യാൻ യൂസ് ലെമൺ ഓൾസോ. സീഡ്സ് ഒന്നും ഇല്ലാതെ നോക്കി യൂസ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് പ്ലേറ്റ് ചെയ്തിട്ട് കാണാം. ഹലോ, സോ ഇന്ന് ഞാൻ പെയർ ചെയ്തേക്കുന്നത് മമ്മി ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ്. ഇത് എന്തിൻ്റെയും കൂടെ പോകും. ഇടിയാപ്പം, അപ്പം, റൈസ്, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ പോകും. സോ ഈ ഗ്രേവി ഭയങ്കര അഡിക്റ്റീവാണ്. നമുക്ക് ഒരുപാട് ഭയങ്കര എരിവാണ്, ഭയങ്കര പുളിപ്പാണ്, ഭയങ്കര ഉപ്പാണ്, എല്ലാം ഭയങ്കര ഇൻറ്റൻസ് ഹൈ ഫ്ലേവേഴ്സാണ്. ടു ദി കോർ എക്സ്ട്രീം ഫ്ലേവേഴ്സാണ്. പക്ഷെ ഭയങ്കര അഡിക്റ്റീവാണ്. നമുക്ക് നിർത്താൻ തോന്നത്തില്ല. ലൂസ് ടീഷർട്ടും ഷോർട്ട്സും ടിവിയും ഗ്രീൻ ചില്ലി ചിക്കനും വേറെ എന്ത് വേണം. സോ ഹോപ്പ് യു ആൾ വിൽ ട്രൈ ദിസ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ യുവർ കമൻറ്റ്സ്. താങ്ക് യു. ഭയങ്കര എരിവാണ്. കയറി കുത്തുവാളെടുക്കുന്ന അത്ര എരിവാണ്.
പക്ഷെ ഭയങ്കര അഡിക്റ്റീവാണ്, നമുക്ക് നിർത്താൻ പറ്റൂല. അപ്പം വീഡിയോ കണ്ടായിരുന്നോ? ഇത് ഒത്തിരി എളുപ്പമുള്ള ജോലിയാണ്. ഒന്നും ഇൻഗ്രീഡിയൻസ് നിറച്ച് വേണ്ട. വെറും പച്ചമുളകും ചിക്കനും പുളിക്ക് എന്തെങ്കിലും ഒന്ന് വിനിഗറോ പുളിയോ ഇത്രയേ ഉള്ളൂ. വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. എന്നാൽ ടേസ്റ്റ് ഭയങ്കര അപാര ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്